ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു പാർട്ടും കൂടി ഉള്ളൂ. പാർട്ട് 4 കൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പൊ പാർട്ട് 3 കൂടി നമ്മൾ ഏകദേശം ഒരു 75-80% പാർട്ട് ആ വിഷയത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു പാഠത്തിന്റെ 80% നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 പാർട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന് നോട്ട് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടായി. അപ്പൊ നോട്ട് ചോദിക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ. അപ്പൊ ആ ടെലഗ്രാം ചാനലിൽ ലിങ്ക് എന്ത് ചെയ്തേക്കാം, ഇതിന്റെ കമന്റ് ബോക്സിൽ ഒന്നും കൂടി പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇതുവരെയും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക, നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. ഹ്യൂമാനിസം എന്താണെന്നൊക്കെ പറഞ്ഞു. ഹ്യൂമാനിസത്തെ കുറിച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമാനിസം ഓൺ റിനൈസൻസ് പെയിന്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അല്ലെങ്കിൽ റിനൈസൻസ് പെയിന്റിംഗ് എന്നായിരിക്കും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പോകുന്നത്. നവോത്ഥാന ചിത്രകല എന്നായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തേക്കുക, ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ആ ഒരു പേജ് നിങ്ങൾ മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെറിയൊരു ടോപ്പിക് അല്ല, അത്യാവശ്യം വലുതായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഏകദേശം ഒരു 6 മാർക്കിന്റെ ചോദ്യം നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. 6 മാർക്കിന്റെ ലോങ് എസ്സേയോ അല്ലെങ്കിൽ ഒരു 4-5 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ആയിട്ട് ഇവിടുന്ന് ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഒരു 6 മാർക്കിന്റെ എസ്സേ വന്നാൽ എങ്ങനെ എഴുതാം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവിടുന്ന് പഠിപ്പിച്ച് പോകുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പഠിച്ചെടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു 6 മാർക്കിന്റെ എസ്സേ ടോപ്പിക് ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ആണ്, നവോത്ഥാന ചിത്രകലയിൽ മാനവികതയുടെ സ്വാധീനം അഥവാ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമാനിസം ഓൺ റിനൈസൻസ് പെയിന്റിംഗ്. നമുക്കറിയാം ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ മാനവികതയാണ്, അല്ലെങ്കിൽ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ മനുഷ്യന്റെ ഇമോഷൻസിനും മനുഷ്യന്മാർക്കുമാണ് പ്രാധാന്യം എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഹ്യൂമാനിസ്റ്റിക് ആശയം, മാനവികത ആശയം റിനൈസൻസ് പെയിന്റിങ്ങിനെ സ്വാധീനിച്ചിട്ടുണ്ട്. നവോത്ഥാന ചിത്രകലയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന ഒരു ആശയമാണ് നവോത്ഥാന കാലഘട്ടത്തിൽ ഏത് ഹ്യൂമാനിസം അഥവാ മാനവികത എന്ന് പറയുന്ന ആശയം. അപ്പോ ആ സമയത്ത് എല്ലാവരും ദൈവികമായിട്ടുള്ള ചിത്രങ്ങൾ വരക്കാതെ നമ്മളിപ്പോ മെഡീവൽ ഗ്രക്കോ റോമൻ പെയിന്റിങ്ങിന്റെയും അതുപോലെ തന്നെ റിനൈസൻസ് പെയിന്റിങ്ങിന്റെയും ഡിഫറൻസ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞ അവസാനിപ്പിച്ചാൽ. അപ്പൊ നമുക്കറിയാം അവിടെ എന്താണ്, ദൈവികമായിട്ടൊക്കെയാണ് വരച്ചിരുന്നത്. അനാവശ്യമായിട്ടൊരു ആത്മീയ ചിന്താഗതി കൊണ്ടുവരിക, അതിനകത്തൊരു ആത്മീയത കൊണ്ടുവരാനായിട്ട് അതിനകത്ത് ദൈവികമായിട്ടും സ്വർഗവും നരകവും മാലാഖമാരെയൊക്കെ വെച്ചുകൊണ്ട് ആ ചിത്രത്തിന് ഒരു ഭംഗി കൊടുക്കാനായിട്ട് മധ്യകാലഘട്ടത്തില് അല്ലെങ്കിൽ ഗ്രക്കോ റോമൻ കാലഘട്ടത്തിലെ പെയിന്റേഴ്സ് അഥവാ ചിത്രകാരന്മാര് ശ്രമിച്ചിട്ടുണ്ടായി നമുക്കറിയാം. അപ്പോ ഈ ഒരു സമയത്ത് റിനൈസൻസ് പെയിന്റിംഗ് ആവുമ്പോൾ, നവോത്ഥാന കാലഘട്ടം ആവുമ്പോൾ അതിന് അനാവശ്യമായിട്ടൊരു ആത്മീയത കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മാലാഖമാരെയും സ്വർഗവും നരകവും വെച്ചുകൊണ്ടൊന്നും ഭംഗി കൊടുക്കാനല്ല ശ്രമിച്ചത്. അതല്ലാതെ മനുഷ്യന്മാർ എങ്ങനെയാണോ, മനുഷ്യ ശരീരം എങ്ങനെയാണോ അതിനെ ആക്യുറേറ്റ് ആയി അതേപടി അവതരിപ്പിക്കാനാണ് ആര് ശ്രമിച്ചത്, റിനൈസൻസ് കാലഘട്ടത്തിലെ ചിത്രകാരന്മാര് ശ്രമിച്ചത്. ഓക്കെ, അപ്പോ അവിടെ എടുക്കുന്ന ചിത്രത്തിന് ആക്യുറസി ഉണ്ടായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അതുപോലെ മെറ്റിക്കുലസ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ ശ്രദ്ധ. അതായത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായി വിലയിരുത്തി മനുഷ്യന്റെ ഓരോ പൊട്ടും പൊടിയും വിലയിരുത്തി, ഓരോ മനുഷ്യ ശരീരം എങ്ങനെയാണെന്ന് വിലയിരുത്തിക്കൊണ്ട് ചിത്രങ്ങൾ വരച്ചിരുന്നവരാര്, റിനൈസൻസ് കാലഘട്ടത്തിലെ ചിത്രകാരന്മാര്. അത് ആക്യുറേറ്റ് ആയിരുന്നു, കൃത്യമായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നു, വ്യക്തത ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഉള്ള ചിത്രങ്ങൾ വരച്ചിരുന്നവരായിരുന്നു റിനൈസൻസ് കാലഘട്ടത്തിൽ അഥവാ നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകാരന്മാര് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പെയിന്റേഴ്സ് എംഫസൈസ്ഡ് റാഷണലിസം ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ് അഥവാ മാനവികത അല്ലെങ്കിൽ യുക്തിവാദവും അതുപോലെ തന്നെ ഹ്യൂമൻ ഇമോഷൻസ് മനുഷ്യന്റെ വികാരങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മനുഷ്യന്റെ ദേഷ്യം, സങ്കടം, ആശ്ചര്യം, പ്രണയം, അങ്ങനെ മനുഷ്യനുള്ള എല്ലാ വികാരങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട്, മനുഷ്യന്റെ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഹ്യൂമൻ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകാരന്മാര് ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ നവോത്ഥാന ചിത്രകലയുടെ ഫീച്ചേഴ്സ് എന്താണ്? ഇതൊരു സെപ്പറേറ്റ് ചോദ്യം മക്കളെ 4 മാർക്കിന് നമ്മൾ പ്രതീക്ഷിക്കണം. 4 മാർക്കിന് ഇതൊരു സെപ്പറേറ്റ് ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. നവോത്ഥാന ചിത്രകലയുടെ സ്വാധീനങ്ങൾ എന്തെല്ലാം, സവിശേഷത എന്തെല്ലാം, ഫീച്ചേഴ്സ് എന്തെല്ലാം. ഒന്ന്, ലാൻഡ്സ്കേപ്പ് ആണ്, ഭൂദൃശ്യങ്ങളാണ്. എന്താണ് ആ ലാൻഡ്സ്കേപ്പ്? നമ്മൾ എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ പറഞ്ഞതാ ലാൻഡ്സ്കേപ്പിലിട്ട് എടുക്കണം, ലാൻഡ്സ്കേപ്പിലാണ് ഫോട്ടോ എടുത്താൽ ഭംഗിയാവാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താ ലാൻഡ്സ്കേപ്പ്? ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിത്രത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഫീച്ചറോ ജിയോളജിക്കൽ ഫീച്ചറിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, അതും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ വരുത്താം. അതാണ് ലാൻഡ്സ്കേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ താജ്മഹലിന്റെ മുൻപിൽ പോയി ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ താജ്മഹൽ ബാക്ക്ഗ്രൗണ്ടിൽ വരണം, മുഴുവനായിട്ട് വരണം. താജ്മഹലിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടായ ചിത്രത്തിന് ഭംഗി ഉണ്ടാവില്ല. നേരെ മറിച്ച് താജ്മഹൽ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ, പൂർണ്ണാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ചിത്രത്തിന് കുറച്ചും കൂടി ഭംഗി കൂടും. ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നിൽ പോയിട്ടോ ഒരു മലനിരയുടെ മുന്നിൽ പോയിട്ടോ ചിത്രങ്ങൾ എടുക്കുമ്പോൾ ആ മലനിര ബാക്ക്ഗ്രൗണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ചിത്രത്തിന് കുറച്ചുകൂടി ഭംഗി കൂടും. അതൊക്കെ നമുക്കറിയാവുന്ന. അതാണ്
എന്താണ് ഈ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്? നാച്ചുറൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ളതോ മനുഷ്യന്മാർ നിർമ്മിതമായിട്ടുള്ളതോ ഉള്ള ഇത്തരം സവിശേഷതകളെ അല്ലെങ്കിൽ ഇത്തരം ഫീച്ചേഴ്സിനെ ബാക്ക്ഗ്രൗണ്ടിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ലാൻഡ്സ്കേപ്പിന്റെ അർത്ഥം. അപ്പോൾ റിനൈസൻസ് കാലഘട്ടത്തിലെ ചിത്രങ്ങളിൽ അത്തരം ലാൻഡ്സ്കേപ്പുകളിൽ വരക്കാനായിട്ട് ചിത്രകാരന്മാർ അഥവാ പെയിന്റേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി യൂസ് ഓഫ് കളർ ടു ഇലസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത്, അതായത് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കാൻ നിറങ്ങൾ ഉപയോഗിച്ച്, നമുക്കറിയാം അടുത്താണെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റ് കളേഴ്സും അകലെയാണെങ്കിൽ കളേഴ്സ് ഒന്ന് ഡാർക്ക് ആക്കി കുറച്ചൊന്ന് ബ്ലർ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു ചിത്രം നോക്കി കാണുമ്പോൾ അത് അകലെയുള്ളതായിട്ടൊക്കെ കാണാൻ പറ്റും അല്ലെ. അപ്പോൾ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അകലത്തെ ചിത്രീകരിക്കാൻ അന്നത്തെ ചിത്രകാരന്മാര് പെയിന്റേഴ്സ് ശ്രദ്ധിച്ചിരുന്നു. അടുത്താണ് മക്കളെ റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തെ കൃത്യമായി അവതരിപ്പിച്ചു. മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് പഠിച്ചുകൊണ്ട് ആ ശരീരത്തെ കൃത്യമായി അവതരിപ്പിക്കാൻ, അതിനെ വ്യക്തമായി അവതരിപ്പിക്കാൻ റിനൈസൻസ് പെയിന്റേഴ്സ് അഥവാ നവോത്ഥാന ചിത്രകാരന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി യൂസ് ഓഫ് ഓയിൽ പെയിന്റ്. ഓയിൽ പെയിന്റിന്റെ ഉപയോഗം എന്താണ്? ഓയിൽ പെയിന്റ് നമുക്കറിയാലോ. ആ ഓയിൽ പെയിന്റ് അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഓയിൽ പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് അവര് വരച്ചിരുന്നത്. അതുപോലെ തന്നെ പോർട്രേറ്റുകളായിരുന്നു വരച്ചിരുന്നത്. പിന്നെ എന്താ, ഡിവൈൻ ഫിഗേഴ്സിന് അഥവാ ദൈവികമായിട്ടുള്ള ദൈവത്തിന്റെ രൂപങ്ങളെയൊക്കെ മനുഷ്യരൂപത്തിൽ ചിത്രീകരിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ രൂപങ്ങളെയൊക്കെ മനുഷ്യരൂപത്തിൽ, മനുഷ്യക്കോലത്തിൽ ചിത്രീകരിക്കാൻ തുടങ്ങിയതും റിനൈസൻസ് അഥവാ നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോ ഇതൊക്കെയാണ് മക്കളെ റിനൈസൻസിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ റിനൈസൻസ് പെയിന്റിങ്സിന്റെ, നവോത്ഥാന ചിത്രകലയുടെ സവിശേഷത അഥവാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചങ്ങോട്ട് നോക്കി വെച്ചേക്കണം. ഓക്കെ, അടുത്തത് മക്കളെ അതിന്റെ ബാക്കിയാണ്, ഈ റിനൈസൻസ് പെയിന്റിങ്സിന്റെ ബാക്കിയാണ്, എസ്സേയിൽ എഴുതേണ്ട ബാക്കിയുള്ള പോയിന്റ്സ് ആണ്. ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രക്കോ റോമൻ ആർട്ട് വാസ് ഫസ്റ്റ് എവിഡന്റ് ഇൻ ജിയോട്ടോസ് വർക്ക്. ആദ്യമായിട്ട് ഗ്രക്കോ റോമൻ പെയിന്റിങ്ങിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സ്വാധീനം കണ്ടു തുടങ്ങിയത് ആരുടെ പെയിന്റിങ്സിലാണ്? ജിയോട്ടോയുടെ പെയിന്റിങ്സിലാണ്. ആരുടെ ചിത്രങ്ങളിലാണ്? ജിയോട്ടോയുടെ പെയിന്റിങ്സിലാണ്. ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ഗ്രക്കോ റോമൻ ആർട്ടിന്റെ ഇൻഫ്ലുവൻസ് അഥവാ സ്വാധീനം ആദ്യമായിട്ട് ലോകം കണ്ടു തുടങ്ങിയത്. അതുപോലെ തന്നെ എല്ലാ ചിത്രകാരന്മാരെയും സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു മക്കളെ മസാക്കിയോ അഥവാ മസാക്കിയോ അല്ലെങ്കിൽ മസാച്ചിയോ. ഓക്കെ, ഈ എല്ലാ ചിത്രകാരന്മാരെയും അദ്ദേഹത്തിന് ശേഷം വന്ന എല്ലാ പെയിന്റേഴ്സിനും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മക്കളെ മസാക്കിയോ അഥവാ മസാച്ചിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാൾ പെയിന്റിങ്സിന്റെ പ്രത്യേകത അത് റൗണ്ട് ഇൻ ഷേപ്പ് ആയിരുന്നു. ചില ആളുകൾ പെയിന്റിംഗ് വരക്കുമ്പോൾ ഇങ്ങനെയാണ് മിക്ക ആളുകളും പെയിന്റിംഗ് വരക്കാറ്, സ്ക്വയറിലോ റെക്ടാംഗിൾ ഷേപ്പിലോ ആയിരിക്കും. പക്ഷെ മസാച്ചിയോ വരച്ച ചിത്രങ്ങളെല്ലാം ഒരു സർക്കുലാർ ഷേപ്പിന്റെ ഉള്ളിലായിരുന്നു. ഒരു വൃത്തത്തിനുള്ളിൽ ചിത്രം വരച്ച വ്യക്തിയാണ് നമ്മുടെ മസാച്ചിയോ അഥവാ മസാക്കിയോ. ഇനി പ്രൊട്രൂഡ് ഫ്രം ദി സർഫസ്. പ്രൊട്രൂഡ് ഫ്രം ദി സർഫസ് എന്ന് പറഞ്ഞാൽ സർഫസിൽ നിന്ന്, പ്രതലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുക, ഒന്തി നിൽക്കുന്ന ചിത്രങ്ങളാണ് ആര് വരച്ചിരുന്നത്? മസാച്ചിയോ വരച്ചിരുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഷോക്കേസ് ഹ്യൂമൻ ഫിഗേഴ്സ് എൻഗേജിങ് ഇൻ എവരിഡേ ലൈഫ് എക്സ്പീരിയൻസ്. മനുഷ്യന്മാര് ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ആര് ചിത്രങ്ങൾ വരച്ചത്? മസാക്കിയോ ചിത്രങ്ങൾ വരച്ചത്. മനുഷ്യന്മാര് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന രീതിക്കാണ് മസാക്കിയോ എന്ത് വരച്ചിരുന്നത്? ചിത്രങ്ങൾ വരച്ചിരുന്നത്. ഓക്കെ, അപ്പൊ മസാക്കിയോയുടെ ചിത്രങ്ങളുടെ 3 ഫീച്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അത് പഠിക്കുക. ചിലപ്പോൾ അത് മാത്രമായിട്ട് എന്ത് ചെയ്തേക്കാം, എടുത്തു ചോദിച്ചേക്കാം. മസാക്കിയോയുടെ പെയിന്റിങ്സിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് സെപ്പറേറ്റ്ലി എടുത്തു ചോദിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പോ അതും നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി നോക്കി വെച്ച് പഠിച്ചേക്കണം. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്താഴം, അതുപോലെ മൊണാലിസയും ആരുടെ വിശ്വപ്രസിദ്ധമായ ചിത്രമാണ്? ലിയനാർഡോ ഡാവിഞ്ചിയുടെ വിശ്വപ്രസിദ്ധമായ ചിത്രങ്ങളാണ് അന്ത്യ അത്താഴവും അതുപോലെ മൊണാലിസ എന്ന് പറയുന്ന ചിത്രവും. ഈ 2 ചിത്രങ്ങളെ പറ്റി നമുക്ക് വാദോരാതെ സംസാരിക്കാൻ പറ്റും അല്ലെ. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ആരാണ്? മൊണാലിസയെ പറ്റിയിട്ടും അന്ത്യ അത്താഴത്തെ പറ്റി, ലാസ്റ്റ് സപ്പറിനെ പറ്റിയിട്ടും മൊണാലിസയെ പറ്റിയിട്ടും ഒരുപാട് വിവരങ്ങൾ നമ്മുടെ അടുത്തുണ്ട്, ഒരുപാട് വിവരങ്ങൾ നമ്മുടെ പക്കലുണ്ട്. ഓക്കെ, അപ്പോ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞ ആ ചിത്രത്തിൽ നമുക്കറിയാം ക്രിസ്തുവിന്റെ അന്ത്യാത്താഴം. ക്രിസ്തു കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പാണ് എന്താണ് 5 അപ്പം 5000 പേരെ കൊണ്ട് തീറ്റിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ആ 5 അപ്പം 5000 പേരെ, അതിന്റെ ശിഷ്യന്മാരായ 5000 പേരെ കൊണ്ട് തീറ്റിച്ച ശേഷം, അങ്ങനെ ക്രിസ്തു 5 അപ്പം എല്ലാവർക്കും വീതിച്ചു കൊടുത്ത ശേഷം ക്രിസ്തു ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. എനിക്കറിയാം എന്നെ നിങ്ങൾ ചതിക്കാൻ പോവുകയാണ്, എന്നിൽ നിങ്ങൾ ഒരുവൻ ചതിക്കാൻ പോവുകയാണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. അപ്പോ ക്രിസ്തുവിന് അറിയാമായിരുന്നു തന്നെ തന്റെ അനുയായികൾ ചതിക്കുമെന്ന്, ഒറ്റിക്കൊടുക്കുമെന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നു. നമുക്കറിയാം കഥ പരിശോധിച്ച് പോവുകയാണെങ്കിൽ ക്രിസ്തുവിനെ ചതിച്ചത് സ്വന്തം ശിഷ്യനായിട്ടുള്ള ആരാണ്? യൂദാസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 50 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് യൂദാസ് ഉറ്റിക്കൊടുത്തു എന്ന് പറയുന്നുണ്ട് അല്ലെ. 50 വെള്ളിക്കാശിന് യൂദാസ് ഉറ്റിക്കൊടുത്തു. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ വീണ്ടും ഫേമസ് ആയതാണ്. ഈ അടുത്ത് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിലുള്ള വാക്കേറ്റത്തിൽ നമ്മൾ അത് കണ്ടതാണ്. ജോൺ ബ്രിട്ടാസ് പറയുന്ന 50 വെള്ളിക്കാശിന് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടതാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ യൂദാസ് ഒറ്റിക്കൊടുത്ത 50 വെള്ളിക്കാശിന് വേണ്ടി ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത വ്യക്തിയാണ്
യൂദാസ്. അപ്പോൾ തന്നെ യൂദാസ് ഉറ്റിക്കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഒരുവൻ എന്നെ ഉറ്റിക്കൊടുക്കാൻ പോകുന്നു എന്ന് എനിക്കറിയാം. അത് കേൾക്കുമ്പോൾ ചുറ്റുമുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ മുഖത്തൊരുന്ന ആശ്ചര്യം, ഭയം, കുറ്റബോധം, ഈ 3 വികാരങ്ങളാണ് ലാസ്റ്റ് സപ്പർ അഥവാ അന്ത്യ അത്താഴം എന്ന് പറയുന്ന ചിത്രത്തിൽ മൈക്കൽ ആഞ്ചലോ വരച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ മുഖത്തൊരുന്ന പേടി അഥവാ ഭയം അത് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ കുറ്റബോധം ചിത്രീകരിച്ചിട്ടുണ്ട്. ആശ്ചര്യവും ഈ പറഞ്ഞ സർപ്രൈസ് എന്ന് പറയുന്ന ആ ഒരു ഇമോഷനും കൂടി നമ്മുടെ ഡാവിഞ്ചി ആ ചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൊണാലിസ എന്ന ചിത്രത്തിന്റെ ഇമോഷൻസിനെ പറ്റി, എക്സ്പ്രഷനെ പറ്റി ഇപ്പോഴും ഒരുപാട് ആൻസേർഡ് ക്വസ്റ്റ്യൻസ്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ വ്യാപിക്കുന്നുണ്ട്. മൊണാലിസ ചിരിക്കുകയാണോ കരയുകയാണോ, അത് മുഴുവനായിട്ടുള്ള ഒരു ചിത്രമാണോ അല്ലയോ, മൊണാലിസ എന്ന് പറയുന്നത് ആരാണ്, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. പലപ്പോഴും പല ഉത്തരങ്ങളാണ് അതിൽ കിട്ടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചൊരു വ്യക്തിയായിരുന്നു ആര്? ലിയനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ മൈക്കൽ ആഞ്ചലോ. ഈ മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന പുള്ളിക്കാരൻ, ഈ മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന പെയിന്ററുടെ ചിത്രങ്ങള് നമ്മുടെ സിസ്റ്റീൻ ചാപ്പൽ, വത്തിക്കാനുള്ള സിസ്റ്റീൻ ചാപ്പലിലാണ് കാണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് മക്കളെ ഏത്? ലാസ്റ്റ് ജഡ്ജ്മെന്റ് അഥവാ അന്ത്യവിധി. അന്ത്യവിധി നമ്മുടെ മൈക്കൽ ആഞ്ചലോയുടെ അവസാന അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചിത്രമാണ് അന്ത്യവിധി അഥവാ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഫേമസ് ആയിട്ടുള്ള മറ്റ് 2 പെയിന്റേഴ്സ് ആണ് മക്കളെ ടീഷ്യനും റഫേലും. റഫേലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റഫേൽ വരക്കുന്ന ചിത്രങ്ങളിലെ മനുഷ്യന്മാരെ വയസ്സായി, ബുദ്ധിയുള്ളവരായി, അതുപോലെ തന്നെ ഡിഗ്നിഫൈഡ്, അന്തസ്സുള്ളവരുമായിട്ടാണ് ആര് വരച്ചിരുന്നത്? നമ്മുടെ റഫേൽ വരച്ചിരുന്നത്. അന്തസ്സുള്ളവരും ആത്മാഭിമാനമുള്ളവരായിട്ടും ബുദ്ധിയുള്ളവരായിട്ടുള്ള പണ്ഡിതന്മാരെ പോലുള്ള ആളുകളെയാണ് റഫേൽ എന്ത് ചെയ്തിരുന്നത്? തന്റെ ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തി വരച്ചിരുന്നത്. അപ്പൊ ഇത്തരം ഹ്യൂമൻ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, മനുഷ്യന്മാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, മനുഷ്യ ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചിത്രങ്ങളായിരുന്നു ആര് വരച്ചിരുന്നത്? നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലെ, റിനൈസൻസ് കാലഘട്ടത്തിലെ ചിത്രകാരന്മാർ അഥവാ പെയിന്റേഴ്സ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. ഇത്രയും ഓക്കെയല്ലേ? ഇത് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് എസ്സേ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, സെറ്റ് അല്ലേടാ മക്കളെ? അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? ഓക്കെ, അടുത്തതാണ് മക്കളെ എസ്സേ ഓൺ ദി ടോപ്പിക് ഹ്യൂമാനിസം ആൻഡ് റിനൈസൻസ് ലിറ്ററേച്ചർ. നവോത്ഥാനവും റിനൈസൻസ് ലിറ്ററേച്ചർ നവോത്ഥാന സാഹിത്യവും മാനവികതയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ പറ്റി ഒരു എസ്സേ എഴുതാൻ ചിലപ്പോൾ വന്നേക്കാം. അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമാനിസം ഓൺ റിനൈസൻസ് ലിറ്ററേച്ചർ, മാനവികതയുടെ സ്വാധീനം, നവോത്ഥാന സാഹിത്യത്തിൽ മാനവികതയുടെ സ്വാധീനം എന്താണെന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റിനൈസൻസ് റൈറ്റേഴ്സ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് സെക്യുലർ വാല്യൂ. നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാര് എന്തിനാ പ്രാധാന്യം കൊടുത്തേ? ഇൻഡിവിജ്വൽ ലിബർട്ടിക്ക. എന്താ ഇൻഡിവിജ്വൽ ലിബർട്ടി? വ്യക്തി സ്വാതന്ത്ര്യം. വ്യക്തി സ്വാതന്ത്ര്യത്തിനും സെക്യുലർ വാല്യൂസ്, മതേതര മൂല്യങ്ങൾക്കും. ഒരു മതത്തിനും പ്രാധാന്യം കൊടുത്തിട്ടില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് മതേതര മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തവരായിരുന്നു ആര്? നവോത്ഥാന കാലഘട്ടത്തിലെ എഴുത്തുകാർ എന്ന് പറയുന്ന വിഭാഗം, അല്ലെങ്കിൽ റൈറ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗം. ഇനി ഈ നവോത്ഥാന സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച സ്കോളസ്റ്റിസിസം, ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആത്മീയതക്കും മരണശേഷമുള്ള ജീവിതത്തിനും സ്വർഗത്തിനും നരകത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു സ്കോളസ്റ്റിസിസം. അത് നമ്മൾ പാർട്ട് 2 വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. ആ സ്കോളസ്റ്റിസിസം എന്ന് പറയുന്ന ആശയത്തിൽ നിന്നുള്ള വ്യതിചലനം, ഡൈവേർഷൻ എന്ന് പറയുന്നതാണ് മക്കളെ എന്തിന്റെ പ്രത്യേകത? റിനൈസൻസ് ലിറ്ററേച്ചർ അഥവാ നവോത്ഥാന സാഹിത്യത്തിന്റെ പ്രത്യേകത. അങ്ങനെ ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരമുള്ള ആത്മീയ ജീവിതത്തിനും മരണശേഷമുള്ള ജീവിതത്തിനും സ്വർഗത്തിനും നരകത്തിനും പ്രാധാന്യം കൊടുക്കുന്ന സ്കോളസ്റ്റിസിസം എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് ജനങ്ങളെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഏതായിരുന്നു? റിനൈസൻസ് ലിറ്ററേച്ചർ ആയിരുന്നു, അഥവാ നവോത്ഥാന സാഹിത്യമായിരുന്നു. ഓക്കെ, അങ്ങനെ അന്നത്തെ കാലത്ത് എഴുത്തുകാർ അവരെഴുതിയ എല്ലാ ഭാഷകളും എഴുതില്ല, റീജിയണൽ ലാംഗ്വേജിലാണ് എല്ലാ കൃതികളും അവർ പ്രാദേശിക ഭാഷകളിൽ എഴുതാൻ തുടങ്ങി. കാരണം എല്ലാവർക്കും ഈ ലാറ്റിനും ഗ്രീക്കും അറിയണമെന്നില്ല. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന, ജനങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന, ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രാദേശിക ഭാഷകളിലേക്ക്, അവരുടെ നാട്ടിലെ ഭാഷകളിലേക്ക് കൃതികൾ തർജ്ജമ ചെയ്തുകൊണ്ട് അത്തരം ഭാഷകളിൽ കൃതികൾ എഴുതാൻ ശ്രദ്ധിച്ചവരായിരുന്നു ആര്? നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാർ അഥവാ റിനൈസൻസ് പീരീഡിലെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് പ്രസിദ്ധി നേടിയ ഒരു ലിറ്ററേച്ചർ ഫോം ആണ് മക്കളെ പ്രോസ് അഥവാ ഗദ്യം. ഗദ്യം എന്ന് പറഞ്ഞാൽ മക്കളെ സംഗീതം പോലെ തന്നെ, പോയം പോലെ തന്നെ, കവിത പോലെ തന്നെ, പക്ഷെ അതിന് എന്തുണ്ടാവില്ല? ഒരു ഈണമോ താളമോ ഉണ്ടാവില്ല. നമ്മൾ സംസാര ശൈലിയിലൂടെ പറയുന്നത് പോലെ ആയിരിക്കും ഗദ്യങ്ങൾ എഴുതുക. ഈണമോ താളമോ ഇല്ലാതെ ഒരു കവിതയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? ഗദ്യം അഥവാ പ്രോസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇനിയുള്ള നിങ്ങൾ എന്തായാലും പഠിക്കുന്നതാണ്. കാരണം ഇനി ഓരോ റൈറ്റേഴ്സിനെ പറ്റിയും അവരുടെ കൃതിയെ പറ്റിയും ഒക്കെ നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യാനുണ്ട് മക്കളെ? പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ അധികം പഠിക്കാനുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചേക്കാം.
ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഡാന്റെയാണ്. ഡാന്റെയുടെ കൃതിയാണ് മക്കളെ ഡിവൈൻ കോമഡി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലരെങ്കിലും പഠിച്ചിട്ടുണ്ടാവും, ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും ഡാന്റെയുടെ ഡിവൈൻ കോമഡി. അന്നത്തെ കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ട് ഒരു കൃതിയായിരുന്നു, അല്ലെങ്കിൽ കവിതയായിരുന്നു ഡിവൈൻ കോമഡി എന്ന് പറയുന്ന കവിത. അത് എഴുതിയത് ഡാന്റെയാണ്. ഈ കവിതയിൽ ഡാന്റെ ഒരു യാത്രയെ പറ്റിയാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു ട്രാവലിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ഇമാജിൻഡ് ട്രാവലിംഗ്, പിൽഗ്രിമേജ് ആണ്, പിൽഗ്രിമേജ് അഥവാ എന്താണ്, തീർത്ഥാടന യാത്രയെ പറ്റിയാണ് ആര് പറയുന്നത്, ഡാന്റെ പറയുന്നത്. ആ തീർത്ഥാടന യാത്ര എങ്ങോട്ടേക്കാണ് അദ്ദേഹം പോകുന്നത്, ഹെല്ല് നരകത്തിലേക്ക്, അതുപോലെ പാരഡൈസ് സ്വർഗത്തിലേക്ക്, അതുപോലെ തന്നെ പർഗേറ്ററി, പർഗേറ്ററി എന്ന് പറയുന്ന മക്കളെ ശുദ്ധീകരണ സ്ഥലം. അതായത് ചില മതവിശ്വാസികൾക്ക് ഒരു വിശ്വാസമുണ്ട്, നമ്മൾ ചെയ്ത തെന്മകൾക്കുള്ള തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് പർഗേറ്ററി വഴി, ശുദ്ധീകരണ സ്ഥലം വഴി നമുക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. അപ്പോൾ അത്തരം ജനവിഭാഗങ്ങളുടെ ആ വിശ്വാസത്തിനനുസരിച്ച് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഇമാജിൻഡ് യാത്ര, ഒരു സ്വപ്നയാത്ര, സ്വപ്ന തീർത്ഥാടന യാത്ര നടത്തിയതായിട്ട് ഡാന്റെ കാണുന്നു. അങ്ങനെ അദ്ദേഹം ആ സ്വപ്നയാത്രയിൽ കണ്ട കാര്യങ്ങളെ കുറിച്ച് എഴുതുന്നതാണ് ഈ ഡാന്റെയുടെ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന കവിത. ആ കവിതയിൽ അദ്ദേഹം കണ്ട കാഴ്ചകൾ മാത്രമല്ല പറയുന്നത്, അദ്ദേഹം അവിടെ ഹ്യൂമൻ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, മനുഷ്യന്റെ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പാട്രിയോട്ടിസം അഥവാ രാജ്യസ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അഥവാ നാച്ചുറൽ ഫിനോമിനക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇൻഡിപെൻഡന്റ് ആൻഡ് യൂണിഫൈഡ് ഇറ്റലി, ഐക്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയുമുള്ള ഒരു ഇറ്റാലിയൻ ജനത എന്ന, ഒരു ഇറ്റാലിയൻ രാജ്യം എന്ന ഡാന്റെയുടെ ആശയത്തിനും ഡാന്റെ ആ കവിതയിലൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാർക്കും മനുഷ്യന്റെ വികാരങ്ങൾക്കും രാജ്യസ്നേഹത്തിനും നാച്ചുറൽ ഫിനോമിനക്കും അതുപോലെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇറ്റാലിയൻ രാജ്യം, ഐക്യത്തോടെയും സ്വാതന്ത്ര്യവുമുള്ള ഒരു ഇറ്റാലിയൻ രാജ്യം എന്ന ആശയത്തിനും ആര് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഡാന്റെ ഡിവൈൻ കോമഡിയിലൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന ഒരു കൃതി ഡാന്റെ എഴുതിയത് ഏത് ഭാഷയിലാ, റീജിയണൽ ലാംഗ്വേജിലാ, പ്രാദേശിക ഭാഷയിലാ. അതുപോലെ തന്നെ അടുത്തൊരു കവിയായിരുന്നു മക്കളെ പെട്രാർക്ക്. ഈ പെട്രാർക്കും ഒരു പ്രധാനപ്പെട്ട നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ മാനവികതയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കവിയായിരുന്നു ആര്, പെട്രാർക്ക്. പെട്രാർക്ക് എഴുതിയ കവിതകൾ എന്ന് പറഞ്ഞാൽ സോണറ്റുകളായിരുന്നു. സോണറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ 14 വരികളുള്ള ചെറിയ കവിതകളെയാണ് സോണറ്റ് എന്ന് വിളിക്കുന്നത്. 14 വരികളിൽ കവിത എഴുതി അവസാനിപ്പിക്കുന്നുണ്ടോ, അതാണെങ്കിൽ സോണറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സോണറ്റുകൾ എഴുതിയ പ്രശസ്തനായ വ്യക്തിയാണ്, വിശ്വപ്രസിദ്ധ എഴുത്തുകാരനാണ് മക്കളെ ആര്, പെട്രാർക്ക്. ആ പെട്രാർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സോണറ്റ്സിൽ ലോറയെ അഡ്രസ് ചെയ്തുകൊണ്ട് ലോറയ്ക്ക് വേണ്ടി എഴുതിയ പ്രണയഗാനങ്ങൾ ബോൾഡ് ആൻഡ് യൂണിക് സ്റ്റൈലാണ്, തീവ്രവും അതുപോലെ തന്നെ എന്താണ്, അതൊരു യൂണിക് സ്റ്റൈലിലാണ് ആര് എഴുതിയത്, നമ്മുടെ പെട്രാർക്ക് ഈ കവിത എഴുതിയത്. അപ്പോൾ അത്തരത്തിൽ വളരെ അടിപൊളിയായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഹ്യൂമൻ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയൊരു കവിയാണ് ആര് മക്കളെ, പെട്രാർക്ക്. പക്ഷേ പെട്രാർക്കിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം പ്രാദേശിക ഭാഷകളിലല്ല കവിത എഴുതിയത്, അദ്ദേഹം ലാറ്റിൻ ഭാഷയിലാണ് കവിത എഴുതിയത്. ഓക്കെ, ലാറ്റിൻ ഭാഷയിൽ കവിത എഴുതി ഫേമസ് ആയ വ്യക്തിയാണ് മക്കളെ ആര്, നമ്മുടെ സ്വന്തം പെട്രാർക്ക്. ആരാടാ, നമ്മുടെ സ്വന്തം പെട്രാർക്ക്. ഓക്കെ, അടുത്തതാണ് മക്കളെ മറ്റൊരു പിന്നെ പ്രധാനപ്പെട്ട വർക്കാണ് ബൊക്കാച്ചിയോ. ബൊക്കാച്ചിയോ, ഈ ബൊക്കാച്ചിയോ എന്ന് പറയുന്ന റൈറ്റർ ഫേമസ് ആയത് ഏത് വർക്കിലൂടെയാണെന്ന് അറിയോ, ദി ഡെക്കാമെറോൺ എന്ന് പറയുന്ന കൃതിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ രചയിതാവാണ് മക്കളെ ബൊക്കാച്ചിയോ. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരും പഠിക്കുക. ആ കൃതിയെ പറ്റി നമുക്ക് പഠിക്കാനില്ല, ആ കൃതിയിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പഠിക്കാനില്ല, പക്ഷേ പേര് പഠിക്കാനുണ്ട്, കൃതിയും പഠിക്കാനുണ്ട്. ബൊക്കാച്ചിയോയുടെ കൃതിയാണ് മക്കളെ ദി ഡെക്കാമെറോൺ. ബൊക്കാച്ചിയോടേത് ദി ഡെക്കാമെറോൺ എന്ന് പറയുന്ന കൃതിയാണ്. അതുപോലെ തന്നെ നിക്കോളോ മാക്കിയവെല്ലി ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചിന്തകനാണ്, പൊളിറ്റിക്കൽ തിങ്കറാണ്. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ദി പ്രിൻസ്. ഇതിൽ പുസ്തകത്തിലൂടെ രാഷ്ട്രീയ ആശയങ്ങളെ കുറിച്ച് സംവദിക്കുകയാണ് നിക്കോളോ മാക്കിയവെല്ലി. അതായത് രാജാക്കന്മാർ എങ്ങനെയായിരിക്കണം, രാജ്യം എങ്ങനെയായിരിക്കണം, ജനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള തന്റെ ആശയങ്ങൾ നിക്കോളോ മാക്കിയവെല്ലി ജനങ്ങളുമായി പങ്കുവെച്ച പുസ്തകമാണ് മക്കളെ ഏത്, ദി പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകം. ദി പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് നിക്കോളോ മാക്കിയവെല്ലി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത്, ജനങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചത്. ഓക്കെ, അപ്പോൾ അതിലൂടെ നിക്കോളോ മാക്കിയവെല്ലി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറയുന്നുണ്ട്. ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ paramount responsibility is to maintain authority and security of the state. ഒരു രാഷ്ട്രത്തിന്റെ അതോറിറ്റി അഥവാ ഒരു രാഷ്ട്രത്തിന്റെ അധികാരവും സുരക്ഷ, സെക്യൂരിറ്റിയും കാത്തു സൂക്ഷിക്കൽ ഒരു രാജാവിന്റെ ഉത്തരവാദിത്തമാണ്, അതൊരു രാജാവിന്റെ കടമയാണ്, അതൊരു രാജാവ് എന്തായാലും ചെയ്യേണ്ടതാണ് എന്ന് നിക്കോളോ മാക്കിയവെല്ലി ദി പ്രിൻസ് എന്ന കഥയിലൂടെ അല്ലെങ്കിൽ ദി പ്രിൻസ് എന്ന പുസ്തകത്തിലൂടെ ജനങ്ങളുമായി പറഞ്ഞു വെച്ചു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹം സ്വാർത്ഥന്മാരായിരിക്കും, അധികാരങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥന്മാരായിരിക്കും, അവകാശങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥന്മാരായിരിക്കും. അതുകൊണ്ട് രാജാക്കന്മാർ ഒരു പ്രത്യേക വിഭാഗത്തോട് മാത്രം അനുകമ്പ കാണിക്കുന്നത് ശരിയല്ല എന്നും നിക്കോളോ മാക്കിയവെല്ലി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫ്യൂഡൽ സിസ്റ്റമാണ് മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. ഫ്യൂഡലിസം എന്ന് പറയുമ്പോൾ കുറച്ചു പേരുടെ കയ്യിൽ മാത്രം പൈസയും സമ്പത്തും അധികാരവും അവകാശങ്ങളും എല്ലാം ഒതുങ്ങി നിന്ന് മഹാഭൂരിപക്ഷം ജനങ്ങളും പാവപ്പെട്ടവനെ പോലെ പണിയെടുക്കുക അല്ലെങ്കിൽ പാവപ്പെട്ടവനായി കഴിയുക എന്നുള്ളതാണ് ഫ്യൂഡൽ
ഫ്യൂഡലിസത്തിന്റെ പ്രത്യേകത. അപ്പോൾ ആ ഫ്യൂഡലിസ്റ്റ് കാലത്തെ രാജാക്കന്മാരും ആർക്ക് സപ്പോർട്ടായിരുന്നു? ഈ പറഞ്ഞ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് സപ്പോർട്ടായിരുന്നു. അപ്പോൾ അത്തരം രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരു രാജാവിനെയാണ് നിക്കോളോ മാക്കിയവെല്ലി പ്രിൻസ് എന്ന നോവലിലൂടെ അല്ലെങ്കിൽ പ്രിൻസ് എന്ന പുസ്തകത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പുരുഷന്മാരെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾക്കാരും ഡൗട്ട് തോന്നാം, സ്ത്രീകളാരും നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലേ, നവോത്ഥാനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ത്രീകളാരും വന്നിട്ടില്ലേ എന്നൊരു ചോദ്യം വരാം. അങ്ങനെയുള്ളവർക്ക് ഒരു മറുപടിയാണ് മക്കളെ, സ്ത്രീകളും നവോത്ഥാനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫേമസ് ആയ ഒരു പ്രധാനപ്പെട്ട സ്ത്രീയാണ് മക്കളെ ആര്? കസാൻഡ്ര ഫെഡലെ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹ്യൂമനിസ്റ്റ് ആൻഡ് റൈറ്റർ കൂടിയായിരുന്നു, മാനവികവാദിയും എഴുത്തുകാരിയുമായിരുന്നു കസാൻഡ്ര ഫെഡലെ പേരെടുത്തത് പ്രസിദ്ധയായത് എങ്ങനെയാ? അവരുടെ എഴുത്തുകളിലൂടെയും അവരുടെ പ്രസംഗങ്ങളിലൂടെയുമാണ്. ഈ എഴുത്തുകളായാലും പ്രസംഗങ്ങളായാലും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നതും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ളതുമായിരുന്നു കസാൻഡ്ര ഫെഡലയുടെ എഴുത്തുകളും പ്രസംഗങ്ങളും എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് പ്രസിദ്ധയായ ഒരു ഹ്യൂമനിസ്റ്റ് റൈറ്ററാണ് അഥവാ മാനവികതാവാദിയാണ് ആര്? നമ്മുടെ സ്വന്തം കസാൻഡ്ര ഫെഡലെ. അതുപോലെ തന്നെ ഈ പുസ്തകങ്ങളെല്ലാം യൂറോപ്പിൽ സ്പ്രെഡ് ചെയ്യാൻ കാരണമായത് ഓഫ് കോഴ്സ് ഏതാണ്? പ്രിന്റിംഗ് പ്രസ് ആണ്. അച്ചടിച്ച് പ്രചരിപ്പിക്കണ്ടേ? അപ്പൊ അതിന് എന്ത് വേണം? പ്രിന്റിംഗ് പ്രസ് വേണം. അതല്ലാതെ 10,000 കോപ്പി എല്ലാവരും കൈപ്പടയിൽ എഴുതുമോ? 300 പേജുള്ള ബുക്കുകൾ ഒരിക്കലുമില്ല അല്ലേ? അവരെന്ത് ചെയ്യും? അത് പ്രസ്സിൽ കൊടുക്കും, പ്രസ്സിന്ന് അച്ചടിച്ചാണ് ഇറക്കുക. അപ്പോ പ്രസ്സായിരുന്നു ഈ ലിറ്ററേച്ചർ സാഹിത്യം യൂറോപ്പിൽ റിനൈസൻസ് ലിറ്ററേച്ചർ അഥവാ നവോത്ഥാന സാഹിത്യം ഇറ്റലിയിൽ പ്രചരിക്കാൻ വളരെ സഹായകരമായ കാര്യം. ആ പ്രിന്റിംഗ് പ്രസ് ആദ്യമായിട്ട് യൂറോപ്പിൽ സ്ഥാപിച്ചത് ആരാ? ജോഹന്നാസ് ഗുട്ടൻബർഗ്. ആരാണ് മക്കളെ? ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു പോയിന്റും കൂടി കാണാൻ പറ്റും. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. മാച്ച് ദി ഫോളോയിങ് വരാൻ സാധ്യത കൂടുതലാണ് മക്കളെ ഈ ഒരു ടേബിള്. അത് നോക്കി വെക്കണം. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്ന് പറയുന്ന ആശയം യൂറോപ്പ് മൊത്തം പ്രചരിക്കാൻ തുടങ്ങി. യൂറോപ്പിൽ മൊത്തം, അതായത് ഇറ്റലിയിൽ തുടങ്ങിയ ഈ ആശയം ഇറ്റലിയിൽ നിന്നും വിട്ടുകൊണ്ട് ഇറ്റലിക്ക് പുറത്തേക്ക് എത്താൻ തുടങ്ങി. ഇറ്റലിക്ക് പുറത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. രാജ്യാതിഥികൾ കടന്നുകൊണ്ട് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റുള്ള ലോക രാജ്യങ്ങളിലേക്കും എന്തെത്താൻ തുടങ്ങി? നവോത്ഥാനത്തിന്റെ ആശയം എത്താൻ തുടങ്ങി. അത് ആ നാടുകളിലെ ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ പ്രതിഫലിച്ചു. ആ നാടുകളിലെ റൈറ്റേഴ്സ് ഈ റിനൈസൻസിനെയും മാനവികതയെയും ഹ്യൂമാനിസത്തെയും കുറിച്ചുള്ള അവരുടെ കൃതികളിൽ ഉൾപ്പെടുത്തി എഴുതാൻ തുടങ്ങി. അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് കൃതികളും അതിന്റെ എഴുത്തുകാരും അത് ഏത് രാജ്യത്തെ കൃതിയാണെന്നുള്ളതാണ് ഈ തന്നിരിക്കുന്നത്. ഇത് പഠിക്കണം. ആദ്യത്തേതാണ് മക്കളെ ഇറാസ്മസിന്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇറാസ്മസിന്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അത് ഏത് രാജ്യത്തേതാ? രാജ്യത്തേതാണ്? നെതർലൻഡിലെയാണ്. അടുത്തതാണ് ജോഫ്രി ചോസറുടെ കൃതിയാണ് മക്കളെ കാന്റർബറി ടേൽസ് അഥവാ കാന്റർബറി കഥകൾ. അത് ഇംഗ്ലണ്ടിൽ ഫേമസ് ആയതാ. അതുപോലെ തന്നെ തോമസ് മോർ എന്ന് പറഞ്ഞ എഴുത്തുകാരന്റെ കൃതിയാണ് ഉട്ടോപ്യ. അതും ഇംഗ്ലണ്ടിൽ തന്നെ ഫേമസ് ആയ ഒരു കൃതിയാണ് ഉട്ടോപ്യ എഴുതിയത് തോമസ് മോർ ആണ്. അടുത്തത് നമ്മൾ ഏവർക്കും പരിചിതമായിട്ടുള്ള ഒരു കൃതിയാണ് ഡോൺ ക്വിക്സോട്ട്. ഈ ഡോൺ ക്വിക്സോട്ട് എഴുതിയത് ആരാ? മിഗ്വൽ ഡി സെർവാൻഡസ് ആണ്. മിഗ്വൽ ഡി സെർവാൻഡസ് ഡോൺ ക്വിക്സോട്ട് എഴുതി പ്രസിദ്ധമാക്കിയത് ഏത് രാജ്യത്താ? സ്പെയിനിലാണ്. ഒരു പരിധിവരെ നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഡോൺ ക്വിക്സോട്ടിനെ പറ്റിയിട്ട്. ഡോൺ ക്വിക്സോട്ട് മിഗ്വൽ ഡി സെർവാൻഡസിന്റെ ആണ്. അത് സ്പെയിനിലാണ് ഫേമസ് ആയത്. അതുപോലെ തന്നെ അടുത്താണ് മക്കളെ ഫ്രാൻസ്വാ റബലേസ് അഥവാ ഫ്രാങ്കോയിസ് റബലേസ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഗർഗാൻഡുവ ആൻഡ് പാന്റാഗ്രുവൽ. ഈ പുസ്തകം ഫേമസ് ആയത് ഫ്രാൻസിലാണ്. ഈ പുസ്തകം അച്ചടിച്ച് പ്രചരിപ്പിച്ചത് ഫ്രാൻസിലായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കി വെക്കാം. ഇത് മാച്ച് ദി ഫോളോയിങ് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് രണ്ടുമായിരിക്കും മാച്ച് ദി ഫോളോയിങ് വരാം. കൺട്രി വരാനുള്ള, രാജ്യം വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. മിക്കവാറും ഓർഡറും വർക്കും തമ്മിലുള്ള മാച്ച് ദി ഫോളോയിങ് ആയിരിക്കും വരാനുള്ള സാധ്യത. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെച്ചേക്കണം. ഇനി നമുക്ക് റിനൈസൻസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫി, ചരിത്ര രചനയിൽ എങ്ങനെയാണ് റിനൈസൻസ് ഇൻഫ്ലുവൻസ് ചെയ്തത്, നവോത്ഥാനം ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് നമുക്ക് പഠിക്കാം. നമുക്കറിയാം ലോക ചരിത്രത്തെ 3 കാലഘട്ടങ്ങളാക്കി മാറ്റാം. ആൻഷ്യൻ പീരീഡ് ഉണ്ട്, മെഡീവൽ പീരീഡ് ഉണ്ട്, മോഡേൺ പീരീഡ് ഉണ്ട്. പ്രാചീന കാലമുണ്ട്, മധ്യകാലഘട്ടമുണ്ട്, ആധുനിക കാലഘട്ടമുണ്ട്. ഇതിൽ ആൻഷ്യൻ പീരീഡ് എന്ന് പറഞ്ഞാൽ, പ്രാചീന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടായ കാലഘട്ടം മുതൽ CE 5ാം നൂറ്റാണ്ട് വരെ, ഫ്രം ദി 1st century ടു CE 5th century, അതായത് മനുഷ്യന്മാർ കുരങ്ങന്മാരിൽ നിന്ന് ഉണ്ടായ ആ കാലഘട്ടം മുതൽ CE 5ാം നൂറ്റാണ്ട് വരെ നീണ്ടു നിന്നതാണ് മക്കളെ എന്ത്? ആൻഷ്യൻ പീരീഡ് അഥവാ പ്രാചീന കാലഘട്ടം, പുരാണ കാലഘട്ടം. ഇനി CE 5ാം നൂറ്റാണ്ട് മുതൽ CE 15ാം നൂറ്റാണ്ട് വരെ നിലനിന്നതാണ് മക്കളെ ഏത്? മെഡീവൽ പീരീഡ് അഥവാ മധ്യകാലഘട്ടം. മധ്യകാലഘട്ടത്തെ കുറിച്ച്, മെഡീവൽ പീരീഡിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ഈ പാഠത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി CE 15ാം നൂറ്റാണ്ടിന് ശേഷം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടമാണ് മക്കളെ ഏത് കാലഘട്ടം?
ഏത് കാലഘട്ടം? മോഡേൺ പീരീഡ് അഥവാ ആധുനിക കാലഘട്ടം. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മക്കളെ ആധുനിക കാലഘട്ടം അഥവാ മോഡേൺ പീരീഡ്. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ, മനുഷ്യ ചരിത്രത്തെ ഇങ്ങനെ 3ആയി ക്ലാസിഫൈ ചെയ്യാമെന്ന് ജനങ്ങളെ പഠിപ്പിച്ചത് മക്കളെ ആരാ? ഫ്ലാവിയോ ബിയോണ്ടോയും ലിയനാർഡോ ബ്രൂണിയുമാണ്. ആരൊക്കെയാടാ? ഫ്ലാവിയോ ബിയോണ്ടോയും ലിയനാർഡോ ബ്രൂണിയുമാണ്. ഇവരുടെ പേര് പഠിക്കണം. ഫ്ലാവിയോ ബിയോണ്ടോ, ലിയനാർഡോ ബ്രൂണി. ഇങ്ങനെ മനുഷ്യ ചരിത്രത്തെ 2ആയി 3ആയി ക്ലാസിഫൈ ചെയ്യാമെന്ന് ചരിത്രത്തെ പഠിപ്പിച്ച, ജനങ്ങളെ പഠിപ്പിച്ച വ്യക്തികളാണ് മക്കളെ ഇറ്റലിക്കാരായ ഫ്ലാവിയോ ബിയോണ്ടോയും ലിയനാർഡോ ബ്രൂണിയും. ഓക്കെ, ഇനി എങ്ങനെയാണ് ചരിത്ര രചനകൾ സ്വാധീനിച്ചത്? ചരിത്ര രചനകൾ എങ്ങനെയാണ് റിനൈസൻസ് അഥവാ നവോത്ഥാനം ചരിത്ര രചനകളെ, ഹിസ്റ്റോറിയോഗ്രഫിയെ സ്വാധീനിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദി ട്രാൻസിഷൻ ഫ്രം മെഡീവൽ ക്രിസ്ത്യൻ ട്രഡീഷൻ ടു എ സെക്യുലർ ലൈഫ് ആൻഡ് തോട്ട് വാസ് ആൾസോ റിഫ്ലക്റ്റഡ് ഇൻ ദി റിയാംസ് ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി. അതായത് ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ നിന്ന് മതേതര മൂല്യങ്ങളിലേക്കും ആശയങ്ങളിലേക്കും ചിന്താഗതിയിലേക്കും ജനങ്ങൾക്കുണ്ടായ മാറ്റം ഹിസ്റ്റോറിയോഗ്രഫി അഥവാ ചരിത്ര രചനകളിലും ഫേമസ് ആയിരുന്നു, അല്ലെങ്കിൽ ചരിത്ര രചനകളിലും ഉൾപ്പെട്ടിരുന്നു. എന്താണ് ആ ചരിത്ര രചന? ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ? മക്കളെ, ഹിസ്റ്റോറിയോഗ്രഫി അഥവാ ചരിത്ര രചന എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹിസ്റ്റോറിയോഗ്രഫി അഥവാ ചരിത്ര രചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചരിത്രത്തെ സംബന്ധിക്കുന്ന, ചരിത്രത്തിൽ നടന്നിരിക്കുന്ന ഇവന്റ്സിനെ സംബന്ധിക്കുന്ന, ആ ഇവന്റ്സുമായി ബന്ധപ്പെട്ട് എഴുതുന്ന കൃതികളെയാണ് ചരിത്ര രചനകൾ അഥവാ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ നിന്നുള്ള മാറ്റം, മതേതര വിശ്വാസത്തിലേക്കുള്ള മാറ്റം ഹിസ്റ്റോറിയോഗ്രഫി അഥവാ ചരിത്ര രചനയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. മധ്യകാലഘട്ടം വരെ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു നോഷൻ, കാഴ്ചപ്പാടുണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ കാഴ്ചപ്പാട്? ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം ദൈവികമായിട്ടുണ്ടായതാ, ചരിത്രം എന്ന് പറയുന്ന സാധനം ദൈവികമായിട്ടുണ്ടായതാ. ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ് ഈ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത്. ആ സൂപ്പർ നാച്ചുറൽ പവറിന്റെ നിയന്ത്രണത്തിനനുസരിച്ചാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളൊരു ചിന്താഗതി മധ്യകാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ റിനൈസൻസ് ശക്തിപ്പെട്ടപ്പോൾ, നവോത്ഥാനം ശക്തിപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ നിയന്ത്രിച്ചുകൊണ്ടല്ല ഹിസ്റ്ററി നടക്കുന്നത്. ഈ ചരിത്രം എന്ന് പറയുന്ന സാധനം ഒരു സൂപ്പർ നാച്ചുറൽ പവറിന്റെയും ഒരു അദൃശ്യ ശക്തിയുടെയും കഴിവ് കൊണ്ടല്ല, അതിന്റെ പിൻബലം കൊണ്ടല്ല, അതിന്റെ നിയന്ത്രണം കൊണ്ട് നടക്കുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കലി മാറ്റത്തെ വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണെന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ ഹിസ്റ്റോറിയോഗ്രഫിയിലുണ്ടായ മാറ്റങ്ങളും അതിന്റെ ഭാഗമാണ്. അതല്ലാതെ അതിൽ സൂപ്പർ നാച്ചുറൽ പവറിന് യാതൊരു പങ്കുമില്ല, അതിനൊരു റോളുമില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങി എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. അടുത്തത്, ഹ്യൂമൻ ലൈഫ് ബിക്കേം ഫോക്കസ് ഓഫ് ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സ്. എന്താ? മനുഷ്യ ജീവിതമായിരിക്കുന്നു ചരിത്രരചനകളുടെ തീം അഥവാ നരേറ്റീവ് എന്ന് പറയുന്നത്. പണ്ട് ഏതെങ്കിലും രാജാവിന്റെയോ അല്ലെങ്കിൽ പുരോഹിതന്റെയോ ജീവചരിത്രമോ അല്ലെങ്കിൽ ദിനവൃത്താന്തം, ക്രോണിക്കിൾ, അവരുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് എഴുതുന്നതാണ് ക്രോണിക്കിൾസ്. അതൊക്കെ ആയിരുന്നു കൃതി എഴുതാൻ പ്രേരിപ്പിച്ചിരുന്നതെങ്കിൽ പിന്നീട് മനുഷ്യന്മാരെ കുറിച്ച് പഠിച്ച്, മനുഷ്യന്മാരെ പറ്റി പഠിച്ച്, മനുഷ്യന്മാർക്ക് വേണ്ടി കൃതികൾ എഴുതാൻ തുടങ്ങി, ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സ് എഴുതാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അതെല്ലാമായിരുന്നു പിന്നീട് ചരിത്ര രചനയുടെ തീം അഥവാ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഹിസ്റ്റോറിയോഗ്രഫിയിൽ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ് എന്തിലേക്കും നയിച്ചു? ആർക്കിയോളജിക്കൽ എവിഡൻസ്, പുരാവസ്തു ഗവേഷണത്തിലേക്കും പുരാവസ്തു തെളിവെടുപ്പിലേക്കും നയിച്ചു. ജനങ്ങൾ പുരാവസ്തുക്കളെ കുറിച്ച് പഠിക്കാനും പണ്ടത്തെ കോയിൻസ്, മാനുസ്ക്രിപ്റ്റ്സ്, എഴുത്തുപ്രതികൾ, അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്താനും ജനങ്ങൾ തുടങ്ങി എന്നുള്ളതും റിനൈസൻസിന്റെ അഥവാ നവോത്ഥാനത്തിന്റെ വലിയൊരു സവിശേഷതയാണ്. അതുപോലെ തന്നെ നോക്കിയടാ, എഫേർട്സ് ടു കളക്ട് ആൻഡ് പ്രിസർവ് ആൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്സ് ഇന്റൻസിഫൈഡ്. പഴയകാലത്തെ കയ്യെഴുത്ത് പ്രതികൾ കണ്ടുപിടിക്കാൻ, അത് സംരക്ഷിക്കാനും ജനങ്ങൾ ശ്രമം ആരംഭിച്ചു. അത് തീവ്രമായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ മാനവികത ഉയർന്നപ്പോൾ ക്രിറ്റിക്കൽ തിങ്കിങ്, വിമർശനം മതത്തെയും മതവിശ്വാസത്തെയും മതാചാരത്തെയും വിമർശിക്കാനുള്ള ബോധം ജനങ്ങൾക്ക് ഉണ്ടാവുകയും അവർ മതവിശ്വാസത്തെയും മതാചാരത്തെയും തെറ്റുകളെയും വിമർശിക്കാനുള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് വിമർശിക്കാനും ചോദ്യം ചെയ്യാനും തുടങ്ങി. ഓക്കെ, അത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടാതെ കിടക്കുന്ന പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ചോദ്യം ചെയ്യാൻ തുടങ്ങിയുള്ളതും നവോത്ഥാനത്തിന്റെയും മാനവികതയുടെയും സവിശേഷതയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. ഓക്കെ, അങ്ങനെ ഈ സയന്റിഫിക് എൻക്വയറി, ശാസ്ത്രീയ ചിന്ത, സ്റ്റോറീസ് ആൻഡ് സ്റ്റഡീസ് അല്ലെങ്കിൽ മിത്തിനെയും സ്റ്റോറീസിനെയും കഥകളെയും വിശ്വാസങ്ങളെയും മാറ്റിമറിക്കപ്പെട്ടു. കഥകളെയും വിശ്വാസങ്ങളെയും മാറ്റിക്കൊണ്ട്, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മാറ്റിക്കൊണ്ട് സയൻസിന് പ്രാധാന്യം ജനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അത്തരത്തിലുണ്ടായിരുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾ എന്തിലേക്ക് പ്രാധാന്യം കൊടുത്തു? ശാസ്ത്രീയ അന്വേഷണത്തിനും ശാസ്ത്രത്തിനും പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ കുറച്ച് ടോപ്പിക്സ് ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും. മനസ്സിലാക്കി പഠിക്കുക, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പഠിക്കുക. വെറുതെ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എസ്എ ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ 2 ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.
അപ്പോ ഇതേപോലത്തെ രണ്ട് എസ് എ ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പാഠം തീരെയാണ്. നമ്മുടെ രണ്ട് എസ് എ ടോപ്പിക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, 2-3 ടോപ്പിക് കൂടി നമുക്കുള്ളൂ. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ പാഠം തീരെയാണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീരെയാണ്. അപ്പൊ 4 പാർട്ടോട് കൂടി നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്റർ തീരും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നോട്ട് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിന് മുമ്പത്തെ 2 പാർട്ട് കാണാത്തവരാണെങ്കിൽ ആ 2 പാർട്ട് എന്തായാലും കാണണം. അതിന്റെ ലിങ്ക് കൂടി എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ബൈ.